മാസം തോറും 1000 രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം. മാസം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് 12,000 രൂപയുടെ സ്വർണം സ്വന്തമാക്കാം. മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, വണ്ടൂർ. ഹയ മംഗല്യോത്സവ് 2025 2.5% മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്, വണ്ടൂർ ആൻഡ് എളങ്കൂർ. ഈ വർഷത്തെ നെല്ലിയോട് അനുസ്മരണം ശനിയാഴ്ച വണ്ടൂരിൽ നടക്കും. വൈകുന്നേരം 3:30 വണ്ടൂർ ടി.കെ. ഗാർഡൻ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടി സിനിമാ നടനും സംവിധായകനുമായ ശ്രീകാന്ത് മുരളി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചടങ്ങിൽ നെല്ലിയോടിന്റെ ശിഷ്യർ ഏർപ്പെടുത്തിയ അഡോപതാണ്ഡവം പുരസ്കാരം കഥകളി കലാകാരൻ തലവടി അരവിന്ദന സിനിമാ നടൻ ശ്രീകാന്ത് മുരളി സമർപ്പിക്കും. പ്രസിദ്ധ കലാനിരൂപകൻ വി. കലാധരൻ നെല്ലിയോട് അനുസ്മരണ പ്രഭാഷണം നടത്തും. എ. പി. അനിൽകുമാർ എം.എൽ.എ. ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ സംബന്ധിക്കും. പ്രസിദ്ധ കഥകളി നടനായിരുന്ന ശ്രീ നെല്ലിയോട് വാസുദേവൻ നമ്പൂതിരി, അദ്ദേഹത്തിൻ്റെ സ്വദേശം നമ്മുടെ വണ്ടൂർ തന്നെയാണ്. പക്ഷെ അദ്ദേഹം തൻ്റെ കർമ്മമണ്ഡലവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്താണ് വളരെ കാലം സേവനമനുഷ്ഠിച്ചത്. ജീവിച്ച് അവിടെയായിരുന്നു. അദ്ദേഹം കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവാണ്. കേന്ദ്ര സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പിന് അർഹനായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചത് 2021 ആഗസ്റ്റ് 2-നായിരുന്നു. സർക്കാരിൻ്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം നമ്മുടെ വണ്ടൂരിലെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ വെച്ചിട്ടാണ് സംസ്കരിച്ചത്. 2022 മുതൽ ഇവിടെ കുറച്ച് കഥകളി ആസ്വാദകരും എല്ലാവരും ചേർന്ന് അദ്ദേഹത്തിൻ്റെ ഒരു അനുസ്മരണം നടത്താൻ തീരുമാനിച്ചു. 2022 മുതൽ എല്ലാ ആഗസ്റ്റ് 2-ാം തീയതിയും വണ്ടൂർ ടൗണിൽ വെച്ച് അനുസ്മരണ സമ്മേളനം നടത്തി വരാറുണ്ട്. ഈ അനുസ്മരണ സമ്മേളനത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ശിഷ്യകൾ ഏർപ്പെടുത്തിയ ഒരു പുരസ്കാരം 25,000 രൂപയും ഒരു ഫലകവും അടങ്ങുന്ന ഒരു പുരസ്കാരം ആടോപതാണ്ഡവം എന്ന പേരിൽ മുതിർന്ന ഒരു കഥകളി കലാകാരന് എല്ലാ വർഷവും സമ്മാനിക്കുന്നുണ്ട്. ആദ്യത്തെ വർഷം കലാമണ്ഡലം കേശവദേവനാണ് കൊടുത്തത്. 2ാമത്തെ വർഷം ശ്രീ കാവുങ്ങൽ ദിവാകര പണിക്കർക്ക്. കഴിഞ്ഞ വർഷം 2024 കലാമണ്ഡലം രാമചന്ദ്രൻ ഉണ്ണിത്താന് നൽകി. ഉദ്ഘാടന സമ്മേളനവും പുരസ്കാരദാനവും തുടർന്ന് കഥകളിയും ആണ് ഈ ഒരു പരിപാടിയിൽ ഉൾപ്പെടുത്തി വരാറുള്ളത്. ഇത്തവണയും ഈ വരുന്ന ആഗസ്റ്റ് 2 ശനിയാഴ്ച വണ്ടൂർ ടി.കെ. ഗാർഡനിൽ വെച്ച് നെല്ലിയോട് അനുസ്മരണം 2025 നടക്കുകയാണ്. ഉദ്ഘാടന സമ്മേളനത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നത് പ്രസിദ്ധ സിനിമാ നടനും സംവിധായകനുമായ ശ്രീ ശ്രീകാന്ത് മുരളിയാണ്. അധ്യക്ഷത വഹിക്കുന്നത് ശ്രീ എൻ.എം. കദംബൻ നമ്പൂതിരിപ്പാടാണ്. നമ്മുടെ ബഹുമാന്യ എം.എൽ.എ. ശ്രീ എ. പി. അനിൽകുമാർ വിശിഷ്ട സാന്നിധ്യത്തോടെ അതിലുണ്ടാവുമെന്ന് അറിയിച്ചിട്ടുണ്ട്. സമ്മേളനത്തെ തുടർന്ന് ഒരു നെല്ലിയോട് അനുസ്മരണ പ്രഭാഷണം നടത്തുന്നുണ്ട്. നെല്ലിയോടിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ കലാരംഗത്തെ സംഭാവനകളും ഒക്കെ മുൻനിർത്തിയിട്ട് ഒരു അനുസ്മരണ പ്രഭാഷണം എല്ലാ വർഷവും നടത്തിപ്പോരാറുണ്ട്. ഇത്തവണ അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് പ്രസിദ്ധ കഥകളി നിരൂപകനും കലാനിരൂപകനും അതുപോലെ തന്നെ മുൻ കലാമണ്ഡലം ഡെപ്യൂട്ടി രജിസ്ട്രാറുമായ ശ്രീ വി. കലാധരനാണ്. തുടർന്ന് ആടോപതാണ്ഡവം പുരസ്കാരം സമർപ്പിക്കുന്നു. അതിനുശേഷം പ്രസിദ്ധ കലാകാരന്മാർ പങ്കെടുക്കുന്ന ഒരരങ്ങ് കഥകളിയും നടക്കുന്നുണ്ട്. ഇതാണ് അനുസ്മരണ സമ്മേളനത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്. ഈ അനുസ്മരണ സമ്മേളനം 4ാം വർഷത്തിൽ എത്തി നിൽക്കുമ്പോൾ വളരെ സന്തോഷമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വണ്ടൂരിൽ ഒരുപക്ഷെ അത്ര അറിയപ്പെടാതെ പോയിരുന്ന ശ്രീ നെല്ലിയോട് വാസുദേവൻ നമ്പൂതിരി, അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലം തിരുവനന്തപുരത്തായതുകൊണ്ട് വണ്ടൂരിലുള്ളവർക്ക് അദ്ദേഹത്തെ അത്ര പരിചയമുണ്ടായിരുന്നില്ല. പക്ഷേ 4ാം വർഷത്തോടെ അദ്ദേഹത്തിൻ്റെ അനുസ്മരണ സമ്മേളനം വണ്ടൂരിൻ്റെ സാംസ്കാരിക രംഗത്ത് നല്ലൊരു വളരെ പ്രാധാന്യം നൽകുകയും വണ്ടൂരിലെ പൗരാവലിയും ഇവിടുത്തെ ആസ്വാദകരും സാംസ്കാരിക പ്രവർത്തകരുമെല്ലാം വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്തു. അതിൽ ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ്. വാർത്താ സമ്മേളനത്തിൽ പ്രോഗ്രാം കൺവീനർ പ്രദീപ് തെന്നാട, കിരൺ മേലേടം, MS സാനു, KP ശ്രീകുമാരൻ നമ്പൂതിരി, CM സതി എന്നിവർ സംബന്ധിച്ചു. ഈസ്റ്റ് ലൈവ്, വണ്ടൂർ.
സ്വർണ്ണ വ്യാപാര രംഗത്ത് 30 വർഷത്തെ സേവന പാരമ്പര്യമുള്ള അലിസൺ ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച പുതിയ ഔട്ട്ലെറ്റിനെ വീണ്ടും വണ്ടൂരിന് വേണ്ടി സമ്മാനിച്ചിരിക്കുന്നു. സംശുദ്ധ സ്വർണം, പരിശുദ്ധ സ്വർണം, അലിസൺ ഗോൾഡൻ ഡയമണ്ട്സിലൂടെ. ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും ധോത്തികളും വണ്ടൂരിന് ആദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ വിസ്മയമൊരുക്കുന്നു. Stitch your style. Lenora. Linen, cotton cloth and stitching. Pandikad Road, Vandoor.